പണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഗ്രീൻ ബീൻസ് മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഴുകി വൃത്തിയാക്കിയ 3/4 കപ്പ് ഗ്രീൻ ബീൻസിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇവയെല്ലാം ചേർത്തിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഈ ഗ്രീൻ ബീൻസ് മസാലയ്ക്ക് ഗ്രീൻ ബീൻസ് അധികം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ നമ്മൾ തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒറ്റ വിസിലിൽ മാത്രം മതി. ഇതിങ്ങനെ മണിമണിയായിട്ട് കിടക്കണം. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും അതിലേക്ക് ചേർക്കുക. ഇനി അതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വാടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു സബോള അരിഞ്ഞതും ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. സബോള ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. വളരെ നൈസായിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ്. 1.5 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈക്വലായിട്ട് ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ തക്കാളി അതിനകത്ത് വെന്ത് വരുന്നവരെ വാട്ടിയെടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് പോരായുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ തക്കാളിയും സബോളയൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് വെള്ളത്തോടെ ചേർക്കുക. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനുമൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് ഉണങ്ങിയ ഗ്രീൻ ബീൻസ് ഉപയോഗിക്കാം. ഉണങ്ങിയ ഗ്രീൻ ബീൻസ് ആണെങ്കിൽ കുക്കറിൽ വേവിക്കണം, അല്ലെങ്കിൽ ഫ്രോസണോ അല്ലെങ്കിൽ പച്ചയോ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിന് നിങ്ങൾക്ക് ഒരു മസാല പരുവത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റിക്കുക. അല്ല ചാറോട് കൂടിയാണ് പുട്ടിനൊക്കെ ആകുമ്പോൾ ചാറ് വേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ചാറോട് കൂടി തന്നെ എടുക്കാം. അപ്പോൾ ഈ ഈസി ഗ്രീൻ ബീൻസ് മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.